ഫ്രണ്ട്സ്, നമ്മുടെ സെയിലിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വാക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ വിവിധ കാറ്റഗറിയിൽ വിളിച്ചിട്ടുണ്ട്. അതായത് ITI ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വാക്കൻസിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ, അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ്, ഇതിലെ സാലറി. അപ്പോൾ അത്യാവശ്യം സ്റ്റാർട്ടിങ് നല്ല സാലറി, പിന്നെ ഒട്ടനവധി നമുക്ക് ബേസിക് പാക്ക് പുറമെ അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ജോലിയാണ്. അത് മാത്രമല്ല ഇതിലേക്ക് നമുക്ക് കോൾ ലെറ്റർ ഒക്കെ എങ്ങനെയാണ് വരിക, അതിലേക്കുള്ള അപേക്ഷ എങ്ങനെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് എല്ലാം വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളും വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. നിങ്ങൾക്ക് കൂടെ കാണാൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ തന്നെ ഈ പറയുന്ന സ്റ്റീൽ പ്ലാന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു പ്ലാന്റിലേക്കാണ് നിലവിൽ വാക്കൻസി വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് ഡിസംബർ 2023 ഡിസംബർ 29 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻ, അതിൽ 40 വാക്കൻസിയാണ് ട്രെയിനീസിൽ. പിന്നെ അതോടൊപ്പം തന്നെ ഇത് പെർമനൻറ്റ് വാക്കൻസിയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ, ബോയിലർ ഓപ്പറേഷൻ, അതുപോലെ തന്നെ അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യനിൽ ബോയിലർ അറ്റൻഡൻറ്റ്, ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് വാക്കൻസിയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വാക്കൻസി കിട്ടുന്നതെന്ന് വിചാരിച്ച് നിൽക്കണ്ട. എക്സാം എഴുതിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റും ഉണ്ട്, എന്നാൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന പോസ്റ്റാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്കിതിൽ നോക്കാം ഏതൊക്കെയാണ് ട്രേഡ് വിളിച്ചിരിക്കുന്നത്. ഡിപ്ലോമ കഴിഞ്ഞവർക്കും ITI കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കൂടെ കാണാം അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യനിൽ നമുക്ക് നോക്കാം. ഇതിൽ S1 അതിൻ്റെ പേ സ്കെയിലിൻ്റെ ഗ്രേഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. 40 വാക്കൻസിയാണ് പേ സ്കെയിലൂടെ കൊടുത്ത് നിങ്ങൾക്ക് കൂടെ കാണാവുന്നതാണ്. അപ്പോൾ അവിടെ ഫിറ്റർ 6 വാക്കൻസിയാണ് ടോട്ടൽ വാക്കൻസി. അതിൽ ജനറൽ എത്ര ഉണ്ട്, SC/ST ഉണ്ട്, OBCക്ക് എത്ര ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഇനി നിങ്ങൾക്ക് SC/ST OBC കാൻഡിഡേറ്റ്സ്, EWS കാൻഡിഡേറ്റ്സിന് ഇവിടെ നിശ്ചിത വാക്കൻസി ഇല്ലെങ്കിൽ ഇവിടെ ജനറൽ വാക്കൻസിയിലേക്ക് അവർക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആയുള്ള വാക്കൻസികൾ, എക്സ് സർവീസ്മാൻ, അങ്ങനെ ടോട്ടൽ വാക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രീഷ്യൻ നിങ്ങൾക്ക് 12 വാക്കൻസി ഉണ്ട്, ടേണർ നിങ്ങൾക്ക് 3 വാക്കൻസി, ദെൻ EOT ക്രെയിൻ ഓപ്പറേറ്റർ നിങ്ങൾക്ക് 9 വാക്കൻസി, ദെൻ വെൽഡർ 5 വാക്കൻസി, ഹെവി വെഹിക്കിൾ ഡ്രൈവർ നിങ്ങൾക്ക് 5 വാക്കൻസി. ഇങ്ങനെയാണ് വാക്കൻസി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ, ബോയിലർ ഓപ്പറേറ്ററിൽ നിങ്ങൾക്ക് എത്ര വാക്കൻസി ഉണ്ട് നമുക്ക് നോക്കാം. 3 വാക്കൻസിയാണ്. അതുപോലെ അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യനിൽ നിങ്ങൾക്ക് 3 വാക്കൻസി. ഈ 3 വാക്കൻസിയും ജനറലാണ്. ഈ പറയുന്ന ഏത് കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണമെങ്കിലും, SC/ST ആണെങ്കിലും OBC ആണെങ്കിലും EWS ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. റിസർവ്ഡ് വാക്കൻസി ഈ പറയുന്ന ഓപ്പറേറ്റർ കം ടെക്നീഷ്യനിൽ ബോയിലർ ഓപ്പറേറ്ററിലും അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യനിൽ നിങ്ങൾക്ക് ബോയിലർ അറ്റൻഡൻറ്റിലും വരുന്നില്ല എന്നുള്ളതാണ്. മറ്റ് ഈ പറഞ്ഞിരിക്കുന്ന അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻ ട്രെയിനീസിൽ നിങ്ങൾക്ക് കുറച്ച് റിസർവ്ഡ് വാക്കൻസി ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അതായത് കമ്മ്യൂണിറ്റിക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് നമ്മൾ നോക്കുന്നത്. ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ബോയിലർ ഓപ്പറേറ്റർ ആണെങ്കിൽ 3 വാക്കൻസിയാണ് നമ്മൾ പറഞ്ഞു. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏജ് കണക്കാക്കുന്ന തീയതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം 18/1/2024 വെച്ചിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. ഈ 18/1/2024 കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് 30 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ അവർക്ക് 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസ്മാന് നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഏജ് റിലാക്സേഷൻ എല്ലാ പോസ്റ്റിനും ബാധകമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഏജ് റിലാക്സേഷൻ ഏതൊരു പോസ്റ്റിനും ഉണ്ടായിരിക്കും. ദെൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. മെട്രിക്കുലേഷൻ വിത്ത് 3 ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ കെമിക്കൽ ഓർ പവർ പ്ലാന്റ് ഓർ പ്രൊഡക്ഷൻ ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് 3 വർഷം ഡ്യൂറേഷനുള്ള ഒരു ഡിപ്ലോമയും നിങ്ങൾ 10ാം ക്ലാസ് പ്ലസ് ഡിപ്ലോമയാണ് നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം പാടെ നിങ്ങൾക്ക് വേണം, ഫസ്റ്റ് ക്ലാസ് ബോയിലർ അറ്റൻഡൻറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തും പാടെ വേണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസ് ബോയിലർ അറ്റൻഡൻറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസിയും പാടെ വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റും പാടെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻ ആണ് 3 വാക്കൻസി, 28 ഏജ് ലിമിറ്റ്. SC/ST ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ മറ്റേ എക്സ് സർവീസ്മാൻ, ദെൻ അതുപോലെ അങ്ങനെയുള്ള റിസർവ്ഡ് വാക്കൻസി ഉണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ 10ാം ക്ലാസ് ആണ് ഇതിന് ഒന്നാമതായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ITI, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ ITI പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡ് ഫിറ്റർ, റിഗർ, ഇലക്ട്രീഷ്യൻ, ടേണർ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ITI നിർബന്ധമല്ല, നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 2nd ക്ലാസ് ബോയിലർ അറ്റൻഡൻറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസിയും പാടെ വേണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക.
ഇതിനടുത്ത് നിങ്ങൾക്ക് അറ്റൻഡന്റ് കം ടെക്നീഷ്യൻ ട്രെയിനി ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ ആണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ 12 വേക്കൻസി ഉണ്ട്. 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 31, SC/ST ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, വയസ്സ് കണക്കാക്കുന്ന ഡേറ്റ് ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞ ഈ ഡേറ്റിലേക്ക് വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട, വേറെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. 10ാം ക്ലാസ്സും പ്ലസ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത്യാവശ്യം വേക്കൻസി ഉണ്ട്, 12 വേക്കൻസി ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ഈ പറഞ്ഞ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നിങ്ങൾക്ക് NAC അതാണ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതിട്ടോ, ഒന്നെങ്കിൽ ITI അല്ലെങ്കിൽ നിങ്ങൾ ITI പഠിക്കാതെ റെയിൽവേയിലൊക്കെ എന്തെങ്കിലും നിങ്ങൾ ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് ഒക്കെ 10ാം ക്ലാസ് വെച്ചിട്ട് അങ്ങനെ ചെയ്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഫ്രഷർ രീതിയിൽ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി, അതായത് ITIയോ അല്ലെങ്കിൽ എന്താണ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് അറ്റൻഡന്റ് കം ടെക്നീഷ്യൻ ട്രെയിനിൽ തന്നെ നിങ്ങൾക്ക് ഫിറ്റർ വിളിച്ചിട്ടുണ്ട്. ഇതിൽ 6 വേക്കൻസി, 28 ഇതിലും ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഏജ് ഉണ്ടാകുക, റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ദെൻ ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് വിത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്റർ ട്രേഡിൽ എന്താണ് ഒന്നെങ്കിൽ ITI അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണം. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് അടുത്തത് നിങ്ങൾക്ക് ടേർണറാണ് ഈ ട്രെയിനിൽ. അതിൽ 3 വേക്കൻസി, 28 ഏജ് ലിമിറ്റ്, അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ദെൻ ഇതിലും 10ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ടേർണർ ട്രേഡിൽ നിങ്ങൾക്ക് ഉണ്ടാകും ഒന്നെങ്കിൽ ITI അല്ലെങ്കിൽ എന്താണ് NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒന്ന് 10ാം ക്ലാസ് പ്ലസ് ITI അല്ലെങ്കിൽ NAC ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതിനടുത്ത് അറ്റൻഡന്റ് കം ടെക്നീഷ്യൻ ട്രെയിനിൽ വെൽഡർ ആണ്. ഇതിലും നിങ്ങൾക്ക് 5 വേക്കൻസി ഉണ്ട്, 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിൽ 10ാം ക്ലാസ്സും ഈ പറയുന്ന വെൽഡർ ട്രേഡിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ITI അല്ലെങ്കിൽ NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് അറ്റൻഡന്റ് ടെക്നീഷ്യൻ ട്രെയിനിൽ തന്നെ EOT ക്രെയിൻ ഓപ്പറേറ്റർ ആണ്. 9 വേക്കൻസി ഇതിലുണ്ട്, 28 ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്റർ, റിഗർ, അതുപോലെ ടേർണർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിലെ ITI അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന മിനിമം 1 വർഷം ഡ്യൂറേഷനുള്ള ഒരു എക്സ്പീരിയൻസും പാടെ ഈ പറയുന്ന EOT ക്രെയിൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്തുള്ള അറ്റ്ലീസ്റ്റ് 120 ടൺസ് അല്ലെങ്കിൽ മോർ കപ്പാസിറ്റി ഉള്ള ട്രെയിൻസ് ഓപ്പറേറ്റ് ഉള്ള ഒരു എക്സ്പീരിയൻസും പാടെ നിങ്ങൾക്ക് വേണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇതിലേക്ക് ഈ പറയുന്ന അറ്റൻഡന്റ് കം ടെക്നീഷ്യൻ EOT ക്രെയിൻ ഓപ്പറേറ്ററിലേക്കാണെങ്കിൽ. ഇതിന് അറ്റൻഡന്റ് കം ടെക്നീഷ്യൻ ട്രെയിനി ഹെവി വെഹിക്കിൾ ഡ്രൈവറാണ്. 5 വേക്കൻസി ഉണ്ട്, 28 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏജ് റിലാക്സേഷൻ ആയിരിക്കും. 10ാം ക്ലാസ് വിത്ത് വാലിഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 1 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും അവിടെ വേണം. അതായത് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ആ മേഖലകളിലൊക്കെ ഇവിടെ പറഞ്ഞിരിക്കണം. ഹൈഡ്രോളിക് മൊബൈൽ ക്രെയിൻ, ബുൾഡോസർ, ഈ ചെയിൻ മൗണ്ടഡ് ലോഡർ എന്നൊക്കെ കുറേ ഐറ്റംസ് മെഷീനറീസ് ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും 10ാം ക്ലാസ്സും മാത്രം മതി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഏജ് റിലാക്സേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. SC/ST ആണെങ്കിൽ 5 വർഷം, OBCക്ക് 3 വർഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്കെയിലൊക്കെ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് നിങ്ങൾ നോക്കാവുന്നതാണ് സ്കെയിൽ. അതോടൊപ്പം തന്നെ ഒട്ടനവധി ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അതോടൊപ്പം തന്നെ ഈ ട്രെയിനീസ് ആണെങ്കിൽ ഇപ്പോൾ അറ്റൻഡന്റ് കം ട്രെയിനി ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിൽ അതിൽ ട്രെയിനീസ് ഉണ്ടല്ലോ, ഈ പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് ആദ്യത്തെ 2 വർഷം ട്രെയിനിങ് ഉണ്ടാവും. ബാക്കി പോസ്റ്റിലേക്കൊന്നും ട്രെയിനിങ് ഉണ്ടാവില്ല, ഡയറക്റ്റ് പോസ്റ്റിംഗ് ആയിരിക്കും. ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിലും അറ്റൻഡന്റ് കം ടെക്നീഷ്യൻ ബോയിലർ അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാനുണ്ടാകുക. പക്ഷേ ഈ പറയുന്ന അറ്റൻഡന്റ് കം ടെക്നീഷ്യൻ ഇതിൽ ട്രെയിനീസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷനുള്ള ട്രെയിനിങ് ഉണ്ടാവും. ആ ഫസ്റ്റ് ഇയർ എന്താണ് 12,900 പെർ മന്ത് ലഭിക്കും. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് 15,000 പെർ മന്ത് ലഭിക്കും. അതിന് നിങ്ങൾ കംപ്ലീറ്റ് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ 2 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, റെഗുലർ ആയിട്ടുള്ള ആ ഒരു പോസ്റ്റിലേക്ക് S1 ഗ്രേഡിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. ആ S1 ഗ്രേഡിൻ്റെ സ്കെയിലൂടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാം 25,070 മുതൽ നിങ്ങൾക്ക് കാണാം 30,070. ഓക്കെ, അതിൻ്റെ കൂടെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ചാണ്. അപ്പോൾ കുറഞ്ഞ ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റിന് ഡയറക്റ്റ് ആയിട്ട് വിളിക്കും. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവില്ല എന്ന് സാരം. കുറേ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കമ്പനിയുടെ ഇതിനനുസരിച്ചിരിക്കും, അവരുടെ ഡിസിഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പം എന്താണ് എക്സാം ഉണ്ടാവും, ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്കിൽ ടെസ്റ്റോ അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റോ ആയിരിക്കും. അപ്പോൾ എത്ര ആളുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു അതിനെ അടിസ്ഥാനമാക്കി അതിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോൾ ലെറ്റർ, ഈ പറയുന്ന ഇമെയിൽ അല്ലെങ്കിൽ SMS അല്ലെങ്കിൽ സെയിലിൻ്റെ വെബ്സൈറ്റിലൊക്കെ എന്ത് ചെയ്യും അതുണ്ടായിരിക്കും. അപ്പോൾ ഇമെയിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഏതൊരു അപേക്ഷ നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ കൊടുക്കുക. ആ ഇമെയിൽ വഴിയാണ് ഈ ആധുനിക കാലഘട്ടങ്ങളിൽ അധികവും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിലൂടെ ആയിരിക്കും എന്നുള്ള പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മൊബൈലും കൊടുക്കുക, മൊബൈൽ നമ്പറൊക്കെ കറക്റ്റ് കൊടുക്കുക.
അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. മെയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും ഏത് കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ മെയിൽ വഴിയായിരിക്കും അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഈ പറയുന്ന പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 3 കാറ്റഗറിയിൽ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും മിനിമം നമുക്ക് എന്ത് വേണം, ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 155 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. വെയിറ്റ് ആണെങ്കിൽ മിനിമം 45 kg വേണമെന്നുള്ളതാണ്. ഇനി ഫീമെയിൽ ആണെങ്കിൽ ഹൈറ്റ് 143 മതി സെൻറ്റിമീറ്റർ. ദെൻ വെയിറ്റ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 35 കിലോഗ്രാം. ഓക്കെ. ഇനി ഫീസാണ് ഇവിടെ പറയുന്നത്. ഫീസ് ഇവിടെ പറയുന്നത് ഈ പറയുന്ന ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ബോയിലറിൽ ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 500 രൂപയാണ് വരുന്നത്. എന്നാൽ SC ST PWD എക്സ് സർവീസ്മാൻ ഒക്കെ ആണെങ്കിൽ അവർക്ക് 150 രൂപ അടച്ചാൽ മതിയേ. ദെൻ അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻ ട്രെയിനി ആണെങ്കിൽ ഈ പറയുന്ന ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 300 രൂപ വരുന്നുണ്ട്. SC ST PWD ദെൻ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് 100 രൂപ മതി. അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻ ബോയിലർ അറ്റൻഡൻ്റ് ആണെങ്കിൽ 300 രൂപയാണ് ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് ഫീ അടയ്ക്കേണ്ടത്. എന്നാൽ SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 100 രൂപ മതി. അതാണ് നമ്മൾ അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് തന്നെയാണ് അടയ്ക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. അത് 50 KB കൂടാൻ പാടില്ല ഫയൽ സൈസ്. ദെൻ സിഗ്നേച്ചർ നമ്മൾ എന്ത് ചെയ്യണം, 20 KB കൂടാൻ പാടില്ല, അതും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 29 ആണ്. ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 2024 ജനുവരി 18 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ഈ ഒരു പേജിൻ്റെ ലിങ്ക് ആയിരിക്കും തരിക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ലൈവ് ആയിട്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാം. ഓൺലൈൻ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ആപ്ലിക്കേഷൻ ഉണ്ട് നൗ അവൈലബിൾ ടു അപ്ലൈ ഫോർ വേരിയസ് പോസ്റ്റ് ഇൻ നോൺ എക്സിക്യൂട്ടീവ് കാഡർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കൂടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ. അപ്പോൾ ഇവിടെ 2 ബട്ടൺസ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് കാണാം രജിസ്റ്റർ ഹിയർ, ഒന്ന് നിങ്ങൾക്ക് കാണാം രജിസ്റ്റേർഡ് യൂസർ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ രജിസ്റ്റർ ഹിയർ എന്ന് കൊടുക്കുക. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണ് എന്ത്, രജിസ്റ്റേർഡ് യൂസർ എന്നുള്ള ഈ ബട്ടൺ, രണ്ടാമത്തെ ബട്ടൺ. ഓക്കെ. അത് നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന രജിസ്റ്റർ ഹിയർ എന്ന് നിങ്ങളിവിടെ കൊടുക്കാം. എന്നിട്ട് ഏത് സ്റ്റീൽ പ്ലാന്റ് ആണ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിതാ ഈ സ്റ്റീൽ പ്ലാന്റ് ഈസ്കോ എന്ന് പറയും, ഈ സ്റ്റീൽ പ്ലാന്റ് ആണ് ഇത് നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് കോറി എന്നുള്ളത് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ക്രിയേറ്റ് ലോഗിൻ ID ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലോഗിൻ ID നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എന്താ ഫേസ്ബുക്ക് അങ്ങനെ ഇതിനൊക്കെ നമ്മൾ ലോഗിൻ ID ഉണ്ടാക്കുമല്ലോ, നമ്മുടെ യൂസർ നെയിം പോലെ. അപ്പോൾ നമുക്കൊരു ലോഗിൻ ID ഉണ്ട്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ കൊടുക്കുക, ജിയോ സിയാൽ എന്ന് കൊടുക്കുക. അപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. ജിയോ സിയാൽ 1 2 3 എന്ന് കൊടുക്കുകയാണ്. അതിന് ശേഷം അതായി ക്യാപ്ച കൊടുക്കും. 10 8 എത്രയാണ്, 18. ജസ്റ്റ് നമ്മൾ ആ സെക്യൂരിറ്റി കോഡ് അവിടെ അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ചെക്ക് അവൈലബിലിറ്റി നമുക്കവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. ചെക്ക് അവൈലബിലിറ്റി നോക്കുക. അപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ ഇവിടെ ടിക്കൊക്കെ ഇട്ട് കാണിക്കും. ദെൻ അവൈലബിൾ അല്ലെങ്കിൽ അത് പ്രത്യേകമായിട്ട് കാണിക്കും. നമ്മൾ നമ്പർ ഇട്ടിട്ടോ സ്പെഷ്യൽ ക്യാരക്ടറൊക്കെ ഇട്ടിട്ടോ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ലോഗിൻ ഡീറ്റെയിൽസ് നമ്മൾ എന്തിനാ അവിടെ സെറ്റ് ചെയ്യണം. അത് നമ്മൾ പാസ്വേഡ് കൂടെ കൊടുക്കുക, മാനുവലായിട്ട് കൺഫേം പാസ്വേഡ് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, കൺഫേം ഇമെയിൽ ID കൊടുക്കുക. ഇങ്ങനെ നമ്മളത് ഫില്ല് ചെയ്ത് ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നിങ്ങൾ റിക്വസ്റ്റ് തരികയാണെങ്കിൽ, അതായത് കൂടുതൽ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ കൂടുതൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യാം. അത് മാത്രമല്ല ഇപ്പം നമ്മൾ പുതുതായിട്ട് എന്താണ് ഈ പറയുന്ന ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്നൊരു സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ് ജിയോ സിയാൽ എന്ന് എജുലാൻഡ് നിങ്ങൾ അടിച്ചാൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ കിട്ടും. നമ്മുടെ ഇൻസ്റ്റയിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റയുടെ ഒക്കെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ. ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ടെലഗ്രാമിൽ ചിലപ്പം കോൺടാക്ട് ചെയ്താൽ കിട്ടില്ല. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻസ്റ്റയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും. ഫോളോ ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറൊക്കെ തരും. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് അയച്ചെന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിശ്വസനീയമായിട്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ മതി. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അയച്ചെന്നാൽ, ആവശ്യമായുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ അയച്ചെന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ PDF അതായത് ഫൈനൽ പ്രിൻറ്റ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൊബൈൽ വഴി വാട്സപ്പിലൂടെ അയച്ചു തരുന്നതാണ്. അപ്പോൾ പേയ്മെൻ്റ് ഒക്കെ ഗൂഗിൾ പേ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓൺലൈൻ സർവീസ് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റഡ് ആയിട്ട്. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള രീതിയിലാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ എന്ത് ചെയ്യുക, ഇൻസ്റ്റയിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആവശ്യമുള്ള എല്ലാ ലിങ്കുകളും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് തന്നെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മൊബൈലൊക്കെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.